ഞാൻ ആദ്യമായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. നിങ്ങളുടെ ഫോണിൽ എത്ര കോണ്ടാക്ട്സുകളുണ്ടാവും? 500 ആയിരിക്കാം, 1000 ആയിരിക്കാം, 2000 ആയിരിക്കാം. ഇത്രയും കോണ്ടാക്ട്സ് അതിൽ എത്ര കോണ്ടാക്ട്സ് നമുക്ക് റിലേഷൻഷിപ്പിലോട്ട് മാറ്റാൻ പറ്റുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 10 കോണ്ടാക്ട്സെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ പറ്റുന്ന കോണ്ടാക്ട്സ് ഉണ്ടോ? നമ്മുടെ ബ്ലഡ് റിലേഷൻ അല്ലാതെ മറ്റൊരു 10 കോണ്ടാക്ട്സെങ്കിലും നമുക്ക് വിളിക്കാനുണ്ടോ എന്ന് നാം ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. BNAയുടെ ഫൗണ്ടർ ഇവാൻ മിസ്നർ BNAയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോർ വാല്യൂവിൽ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് എന്ന ഒരു ഫാക്ടർ കൊള്ളിക്കാനുള്ള മെയിൻ കാരണം, എങ്ങനെയാണ് ഒരു വാല്യുബിൾ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് സാധ്യമാകും? അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബിൽഡിംഗ് റിലേഷൻഷിപ്പിന് നമുക്ക് വേണ്ട മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെ എന്നുള്ളത് ഒരു 4 പില്ലേഴ്സായിട്ട് 4 ഫാക്ടേഴ്സായിട്ട് വേർതിരിച്ച് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പില്ലറാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോൾ പറയാൻ പറ്റും? നാം മറ്റൊരാളെ ഒരു മുൻവിധിയില്ലാതെ അവരെ കേൾക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക. പലർക്കുമുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നാം അവരെ മുൻവിധിയോടെ കാണുന്നു എന്നുള്ളതാണ്. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാക്കപ്പ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു മുൻവിധിയോടുകൂടി നാം മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ബാരിയറായിട്ട് നിൽക്കുന്നത്. അപ്പം ഒരു മുൻവിധി ഇല്ലാതെ മറ്റൊരാളുമായി നാം കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 100% മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകും. നമ്മുടെ ഇത്രയും മെമ്പേഴ്സിൽ നിങ്ങൾക്ക് ആരുമായിട്ടാണ് കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളത്? കുറേ ആളുകളായിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ അത് എൻ്റെ ഒരു ശത്രുവായിട്ട് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഷറഫ് സാറാണ് നിങ്ങൾ ഏറ്റവും നല്ല റിലേഷൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല, ആദ്യമായിട്ട് കാണുന്ന ടൈമിൽ ഷറഫ് സാറെ തോന്നിയ എന്താ കാര്യം? ഫസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വളഞ്ഞുത്തി ആളുകളെ മുഖത്തൊന്നും നോക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ യാത്രയോട് കൂടി ഞങ്ങൾ ഒരു വലിയ ടീം തന്നെ ഫോമായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിളിക്കാം, എന്ത് കാര്യത്തിനും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീമായി മാറിയത്. നമ്മൾ മുൻവിധി ഇല്ലാതെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫാക്ടർ ട്രസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻസി. ട്രസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വാക്കുകൾ പാലിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒന്നും, അത് കൺസിസ്റ്റൻസി തുടർച്ചയായിട്ട് നിലനിർത്താൻ പറ്റുക എന്നുള്ളത് നമ്മൾ നിരന്തരം വാക്കുകൾ പാലിക്കുമ്പോൾ അതിലാണ് കൺസിസ്റ്റൻസി ഉണ്ടാകുക. വെൻ അവർ വേർഡ്സ് കംസ് ടു ആക്ഷൻ, വേർഡ്സ് പ്രവൃത്തിയായി മാറുമ്പോഴാണ് അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. റെസ്പെക്റ്റ് ആൻഡ് എംപതി. നാം മറ്റുള്ളവരെ കാര്യം കാണാൻ വേണ്ടി റെസ്പെക്റ്റ് ചെയ്യരുത്. നമ്മുടെ കാഴ്ചപ്പാടുമായി പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണെങ്കിലും അവരുടെ ആശയപരമായിട്ടും അവരുടെ പ്രവൃത്തിയും പൂർണ്ണമായിട്ടും നമുക്ക് ഓപ്പോസിറ്റാണ് എന്നുണ്ടെങ്കിലും നാം അവരെ റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റ് ആൻഡ് എംപതി. എംപതി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റൊരാളുടെ പ്രയാസം അവരുടെ ഭാഗത്ത് നിന്ന് നാം ആലോചിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു എംപതി ഉള്ള ആൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർത്ത് പില്ലർ വിസിബിൾ ആൻഡ് ഗിവേഴ്സ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ട്രസ്റ്റ് ബിൽഡ് ചെയ്തോ ദെൻ അവരുടെ ഇടയിൽ നമ്മൾ എപ്പോഴും വിസിബിൾ ആയിരിക്കണം. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ റിസോഴ്സസ് ആയിട്ടോ കോണ്ടാക്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിധേന അവരുടെ ഇടയിൽ നമ്മൾ വിസിബിളായിട്ടിരിക്കുക. കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നാം നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ. നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അതിന് തുടർച്ചയായിട്ട് കൺസിസ്റ്റൻസിയിലൂടെ നാം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്ത് എമ്പതിയോട് കൂടി നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. അവർ റിലേഷൻഷിപ്പ് ഈസ് ദ അസറ്റ്, ട്രസ്റ്റ് ഈസ് ദ കറൻസി ആൻഡ് കൺസിസ്റ്റൻസി ഈസ് ദ സ്ട്രാറ്റജി. സോ ഐ ആം കൺക്ലൂഡ് ദ വേർഡ്സ് വിത്ത് സ്ട്രോങ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് സ്ട്രോങ് ബിസിനസ്. It's me, Fayaz Mukkoli. Thank you all.